നമസ്തേ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. എൻ്റെ ഏറ്റവും ഒടുവിൽ ചെയ്തതായിട്ടുള്ള ജീവിതത്തിൻ്റെ പാത മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആത്മീയ പാതയുടെ കവാടത്തിലാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ വീഡിയോ കണ്ടതിന് ശേഷമായിരുന്നു അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു മേഖല വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ആ മേഖലയിൽ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ വളരെയധികം കുറ്റബോധം തോന്നുന്നു. അതായത്, ഞാൻ ആയിരിക്കേണ്ട മേഖലയിലല്ലല്ലോ, മറ്റൊരു മേഖലയിലാണ് ഞാൻ ഉള്ളത് എന്നുള്ളൊരു കുറ്റബോധം തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്തിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള കടം വീട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന മേഖലയിലേക്ക് പതിയെ പതിയെ പ്രാക്ടിക്കലായിട്ട് സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് താല്പര്യമുള്ളൊരു മേഖല ഉണ്ടാകും. ചിലപ്പം അതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട് വേറെ മേഖലയിലേക്ക് പോകും. ചിലപ്പം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് താല്പര്യമുള്ള മേഖലയിലൂടെ നടക്കാൻ പറ്റാതെ നമ്മുടെ ആ ഒരു സ്വപ്ന മേഖല എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ച് നമ്മുടെ ജീവിതം തീർന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥയും നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ശരിയായ വഴിയിലാണോ? അതായത്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടാണോ ഞാൻ നടക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ മതത്തിൻ്റെ ആ ഒരു ദൈവിക സങ്കല്പത്തിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്നതായിട്ടുള്ള വളരെ വിശാലവും ബൃഹത്തായതും മതത്തിനപ്പുറത്തുമുള്ളതുമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ദൈവസങ്കല്പത്തിലേക്ക് അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ട് ആണ് ഈ വീഡിയോ കാണേണ്ടത്. അതായത്, പ്രാപഞ്ചികമായിട്ട് പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന് ഞാൻ പറഞ്ഞു, ഓരോ വ്യക്തിക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. ദർ ഈസ് എ പർപ്പസ്. എല്ലാ സൃഷ്ടിക്കും ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പല സൃഷ്ടികളും നടപ്പാക്കുന്നു. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ്റെ യുക്തി, അവനെ പുറത്തുനിന്നുള്ള അവനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഘടകങ്ങൾ മനുഷ്യൻ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ചിലപ്പോൾ മനുഷ്യൻ്റെ ഈ കൂടിയ ബുദ്ധി കൊണ്ട് തന്നെ ചിലപ്പോൾ അവൻ്റെ പർപ്പസ് നിറവേറ്റാൻ അവന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ ഇന്നർ കോളിനെ അവൻ അടിച്ചമർത്തിയിട്ട് അവൻ സമൂഹം എന്താണോ ഡയറക്റ്റ് ചെയ്യുന്നത്, അതായത് സമൂഹത്തിന് എപ്പോഴും വേണ്ടത് നോർമാലിറ്റിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിന് എപ്പോഴും വേണ്ടത്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങളുടെ താല്പര്യപ്പെട്ട മേഖലകളാണെങ്കിൽ പോലും അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നം ചിലപ്പോൾ വളരെ വലുതായിരിക്കും, സാധാരണ ആൾക്കാർക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ളതായിരിക്കും. അപ്പോൾ അവർ പറയും, സാധാരണക്കാരെ പോലെ ചിന്തിക്കൂ, സാധാരണത്വത്തിലേക്ക് വരൂ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ പരാജയപ്പെട്ടു പോകും, നിനക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല, അത് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല, നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇത് സാധിക്കില്ല. ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മളെ ഏകരൂപവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിസ്റ്റത്തിനെ റിഫോം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ റിഫോർമേഷൻ നടത്താനായിട്ട് സാധിക്കും. അതായത്, ലോകത്തിനെ മൊത്തം മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയാണ് ലോകം മാറി മറിയുന്നത്. മഹാരഥന്മാരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സമൂഹം നമ്മളെ സാധാരണക്കാരനോ സാധാരണക്കാരിയോ ആയിരിക്കാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവിന് നമ്മളെ പ്രതി ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ സ്വപ്നത്തിനെ നമ്മുടെ ആത്മാവിലേക്ക് ആലേഖനം ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളത് പല വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആർ യു ലിസണിങ് ടു യുവർ സോൾ? നിങ്ങൾ ആ വിളി കേട്ടിട്ടുണ്ടോ? ആ കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ വഴിയിലൂടെ നടക്കാനുള്ള ധൈര്യമുണ്ടോ? ആർ യു ബ്രേവ് ഇനഫ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാക്ഷിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ, അതിനെ നിങ്ങൾക്ക് മറികടക്കാനായിട്ടുള്ള അല്പമെങ്കിലും ബലം ഇനിയും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വഴിയെ നടക്കുവാനും ലോകത്തിന് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. അങ്ങനെ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്പമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ബലം ബാക്കിയുണ്ടോ എന്നറിയാനൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ ഞാൻ പറയുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, സെൽഫ് റിഫ്ലക്ഷൻ നടത്തുവാൻ വേണ്ടിയിട്ട്, ആത്മപരിശോധന നടത്തുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലാണ് ഇതിലെ ഓരോ പോയിന്റുകളും ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും വായനയിൽ നിന്നുമൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഈ മനഃശാസ്ത്രപരവും ആത്മീയവുമായിട്ടുള്ള കാര്യം അവതരിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ആരംഭത്തിൽ ഞാൻ കുറ്റബോധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്, ഞാൻ എന്നെ ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ എന്നെ ഇനഫായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ,
എൻ്റെ കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അത് എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്കൊരു ചരിത്രം നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്, ഞാൻ നടക്കുന്ന വഴി ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ് പോകേണ്ടതെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ അടിച്ചമർത്തിയിട്ടും ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ, പുതിയ മോഡിഫിക്കേഷൻസിലൂടെ, പുതിയ ഒരു നിലയിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുറ്റബോധം എന്ന് പറയുന്ന ഈ സംഗതി നിങ്ങളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ, ദൈവത്തിൻ്റെ, നിങ്ങളുടെ ട്രാക്ക് എന്ന് തന്നെ ഞാൻ പറയും, നിങ്ങളുടെ ട്രാക്കിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുറ്റബോധം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും, അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഈ കുറ്റബോധം, ഗിൽറ്റ് എന്നൊക്കെ ആൾക്കാർ പറയുന്നതായിട്ടുള്ള ഈ ഒരു സംഗതി, എനിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നിരാശ, ആ ഒരു വിഷമം, അത് നമ്മുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു വരും എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. പല ആളുകളും അവരുടെ പ്രൊഫഷൻ മൂടി വെക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായിട്ടുള്ള മെത്തേഡ്സ് മൂടി വെക്കുന്നു, അവരുടെ സ്ട്രാറ്റജീസ് മൂടി വെക്കുന്നു. അവർ കള്ളത്തരത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളോട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിനോടോ സഹപ്രവർത്തകരോടോ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകൾ പരസ്പരം മത്സരിക്കുന്നത്? അത് സാധ്യമല്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ട്രാൻസ്പെറൻസി കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മേഖലയിൽ അയാൾ കോൺഫിഡൻ്റ് അല്ല. ഞാൻ എൻ്റെ മേഖലയിൽ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മേഖലയെക്കുറിച്ച് പൊതുജനത്തിൻ്റെ മുന്നിൽ സംസാരിക്കാനും അത് പബ്ലിക്കായിട്ട് പ്രവർത്തിക്കാനുമുള്ള ധൈര്യം എനിക്കുണ്ടാകുമെന്നുള്ളതാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ക്ലാസ് റൂമിലെ കുറച്ച് കുട്ടികൾക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ ക്ലാസ് എടുക്കാൻ മാത്രം അയാൾ കോൺഫിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ടുപിടുത്തം ലോകത്തിന് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, പ്രദർശിപ്പിക്കാനായിട്ട് അയാൾക്ക് മടി ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു തത്വചിന്തകനെ പ്രതി അയാൾ കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ തത്വം അയാൾ പുസ്തകത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. സോ ദിസ് കോൺഫിഡൻ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പെറൻസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു എല്ലാം തുറന്നു വെച്ചൊരു പുസ്തകം വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ടാവും, നിങ്ങളുടെ ബിസിനസ് സീക്രട്സ് ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സണൽ സീക്രട്സ് ഉണ്ടാവും. അതെല്ലാം കൂടെ പുറത്തേക്ക് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു കർമ്മ മേഖലയിൽ നിങ്ങൾ വെളിവാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വെളിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രീഡത്തോടു കൂടിയുള്ള നിങ്ങളുടെ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഗതി അവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? അപ്പോൾ ഈ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. സോ ഇഫ് യു ആർ ട്രാൻസ്പെറൻറ്റ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് തന്നെയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിവൈൻ ഗൈഡൻസ് ആണ്. നമ്മൾ തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും ചില സമയത്ത് നമ്മൾ എത്ര ദൈവികമായിട്ടുള്ള വഴിയിലാണ്, നമ്മുടെ ശരിയായ വഴിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് സ്മൂത്തായിട്ട് നടക്കുമെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. ദർ വിൽ ബി ചലഞ്ചസ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സേഫ് സോണിൽ കഴിഞ്ഞപ്പോൾ ഉള്ളതിനേക്കാളും വലിയ ചലഞ്ചസ് നമ്മൾ ഇങ്ങനെ നമ്മുടെ മാർഗത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചലഞ്ചസ് വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റീനെ പുൽകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് മുന്നിൽ എന്താണ് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും അനിശ്ചിതത്വങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്തൊക്കെ നമുക്കൊരു ഇന്നർ ഗൈഡൻസ് കിട്ടുകയാണ്. അതായത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഇന്നർ പുള്ളുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബട്ട് യൂണിവേഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നീഡഡ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ കോൾഡ് ഡിവൈൻ ഗൈഡൻസ്. അല്ലാതെ നമ്മുടെ മനസ്സിലെ തോന്നലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതായിട്ടുള്ള സന്ദേശങ്ങൾക്കോ അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് ശരിയായ സമയത്ത് ശരിയായത് ചെയ്യിപ്പിക്കുന്ന അവസ്ഥ, അത് ചിലപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് ചിന്തിച്ചെത്താനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എന്ന് കൃത്യമായിട്ട് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റി ഡ്രിവൺ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫിഷ് സെൽഫിൻ്റെ ഒരു ഡ്രൈവിങ്ങിനപ്പുറത്തേക്ക് നമ്മൾ വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളൊരു ഉൾബോധം നമുക്കുണ്ടാകുകയാണ് നമ്മൾ ശരിയായിട്ടുള്ള പാതയിലേക്ക് വരുന്ന സമയത്ത്. ശരിയായിട്ടുള്ള പാതയിലേക്ക് വന്നാലും നമുക്ക് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല.
കാരണം ആ പാതയിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ദാഹം ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കുന്ന സമയത്താണ് നമ്മൾക്ക് കൂടുതൽ വിശപ്പും ദാഹവും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾ കൂടുതൽ ബാറ്ററി അല്ലെങ്കിൽ എനർജി എടുക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഈ സ്വപ്ന മേഖലയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എഫേർട്ട് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്രേവിംഗ് ആയിരിക്കും, ഐ ഹാവ് ടു ഡു സംതിങ് ബിഗ്. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചരിത്രം രേഖപ്പെടുത്താനായിട്ട് ഞാൻ വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം, നമ്മൾ ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള അവസ്ഥ മാറുന്നു എന്നുള്ളതാണ്. അതായത് എനിക്കെന്ത് കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ തോട്ട് ഷിഫ്റ്റ് ആകുകയാണ്. എനിക്ക് കിട്ടണം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദാനശീലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് നിങ്ങളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചേഞ്ച്, വാട്ട് ഡിഫറൻസ് യു ആർ ഏബിൾ ടു മേക്ക് ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും കർമ്മങ്ങളും നിറവേറ്റാൻ വേണ്ടി തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിലൂടെയാണ് നമ്മൾക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക്, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്ന ചെറിയ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ബൃഹത്തായതും വലുതായിട്ടുമുള്ള ആശയങ്ങൾ നിങ്ങളെ നയിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ദൈവികമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള വഴിയിലേക്ക് വരുന്ന സമയത്ത്. ഇതിനെ ഞാൻ എക്സ്പാൻഷൻ മൈൻഡ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ സാധാരണക്കാരനോ സാധാരണക്കാരിയോ ആയി പോവുകയാണ്. എന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എക്സ്പാൻഷൻ മൈൻഡ് സെറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വിശാല ഹൃദയത്തിൻ്റെ, വിശാലമായിട്ടുള്ള മനസ്സിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു ബിഗ് പ്ലെയർ ആയിട്ട് മാറുകയാണ്. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഓരോ മേഖലയിലും ഏറ്റവും ഉന്നതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം തന്നിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ നീഡ്, പെയിൻ അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെയിൻ, നീഡ് അല്ലെങ്കിൽ ഗ്യാപ്പായിട്ട് മാറുകയാണ്. യു ഹാവ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം, നമുക്ക് ആ വേദനയെ മാറ്റണം. നമുക്ക് ലോകത്തിന്റെ ആവശ്യത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാനായിട്ട് സാധിക്കണം. ഓരോ മേഖലയിലും ഇതുണ്ട്. ഒരു അധ്യാപകന് ആ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, ഒരു സൈക്കോളജിസ്റ്റിന് ആ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈവൻ നമ്മൾ ഏത് ജോലിയാണെങ്കിൽ പോലും, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിലും ഒരു ഡ്രൈവർക്കാണെങ്കിലും ഒക്കെ അവരുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഏത് പ്രൊഫഷനിൽ നോക്കിയാൽ നമുക്ക് കാണാം, ആ പ്രൊഫഷൻ എൻജോയ് ചെയ്തുകൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ, അവരൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗിൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് കൊണ്ടുതരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചിട്ട് നമുക്കെപ്പോഴും ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ വൺസ് നമ്മൾ ഈ പാത്തിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ഡിവൈൻ പർപ്പസ് എന്നുള്ള ചിന്ത, റിയലൈസേഷൻ, തിരിച്ചറിവ് വരുന്നതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഫ്യൂച്ചർ ഫിയറുകൾ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദർ ഈസ് എ ഡിവൈൻ പ്ലാൻ. ഇറ്റ്സ് തിങ്സ് ആർ നോട്ട് ഫാളിങ് അപ്പാർട്ട്, ഫാളിങ് ഇൻ ടു പ്ലേസസ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അലൈൻമെന്റിലേക്ക് കാര്യങ്ങൾ വരുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. റീകോൺഫിഗറേഷൻ നടക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രകൃതിയുമായിട്ടൊരു മിററിംഗ് ഉണ്ടാകുകയാണ്. മഴ, കാറ്റ്, വെള്ളച്ചാട്ടം, പാറ, മരം, ഫോറസ്റ്റ്, പക്ഷികൾ, മൃഗങ്ങൾ, ഇതൊക്കെയായിട്ട് നമുക്കൊരു മിററിങ്, നമുക്ക് നമ്മളെ തന്നെ ഇവയിൽ ദർശിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാകുകയാണ്, നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു, അഥവാ പ്രകൃതിയെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ പ്രകൃതി നമ്മളെയും മനസ്സിലാക്കുന്നു. അതിൽ കൂടെ നമുക്ക് പുതിയൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് എൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ റാൻഡമായിട്ടൊന്നുമില്ല. ദർ ആർ നോ കോയിൻസിഡൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഹാപ്പനിങ് ഫോർ എ പർപ്പസ് ആൻഡ് റീസൺ എന്നുള്ള തിരിച്ചറിവ്, ഹിഡൻ പാറ്റേൺസ്, കണക്ഷൻസ് ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് സിങ്ക്രോണിസിറ്റീസ് നമ്മുടെ മുന്നിൽ വരുന്നു, ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ മുന്നിൽ വരുന്നു. അത്ഭുതങ്ങളുടെ ഒരു ലോകത്ത് കൂടി, വിജയത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്. നമസ്തേ.